Hello friends, welcome to my channel. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതായി കാണുന്ന ഒരു സിമ്പിൾ വോൾ ഡെക്കറാണ്. നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് ഒരു കാർഡ്ബോർഡാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വൈറ്റ് കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്തു. സർക്കിൾ ഷേപ്പിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടിയതൊരു വൈറ്റ് കളറിലെ പേപ്പറാണ്. ഈ ഒരു വൈറ്റ് കളർ പേപ്പറിലേക്ക് നമുക്ക് ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കാം. നിങ്ങൾക്ക് വൈറ്റ് കളർ പേപ്പറിന് പകരം പഴയ നോട്ട്ബുക്സിലെ പേപ്പറൊക്കെ ഇല്ലേ, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാം. ഞാനങ്ങനെ വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് പിങ്ക് കളറാണ്, ഫെവിക്രിലിൻ്റെ. ഇനിയിപ്പോൾ നമുക്കത് പെയിൻറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യാവൂ, കൂടുതൽ ആഡ് ചെയ്യരുത്. എൻ്റെ ബ്രഷിൽ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. അപ്പം എന്താ അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുഞ്ഞൊരു സ്ട്രോക്സ് പോലെ ഉണ്ട്. അത് കുഴപ്പമില്ല, നല്ല ഭംഗിയാണ്. അപ്പം ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് ഭംഗിയാവും കാണാൻ. ദാ അങ്ങനെ ഞാൻ എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ഡ്രൈ ആയി. 4 എണ്ണം ഇപ്പം ഞാൻ ഉണ്ടാക്കിയതുള്ളൂ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി അടുത്തായിട്ട് വേണ്ടിയ ടിഷ്യൂ പേപ്പറാണ്. എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കീറിപ്പോയി, കുഴപ്പമില്ല. ഇനി നമുക്കൊരു കോക്കനട്ടിൻ്റെ സ്റ്റിക്ക് വേണം. ഈ ഒരു കോക്കനട്ട് സ്റ്റിക്കിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെള്ളമോ ഗ്ലൂവോ വാട്ടർ ഗ്ലൂ മിക്സ് ഇല്ലേ, വൈറ്റ് ഗ്ലൂ മിക്സ്, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോർമൽ പച്ച വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ഫുള്ളായിട്ടൊന്ന് ബ്രഷും കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കയ്യിലേക്ക് വെച്ചിട്ട് ഒന്നിത് നല്ലതുപോലെ അങ്ങനെ ഉരുട്ടി കൊടുക്കാം. ഇതുപോലെ ഞാൻ കുറച്ചുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് ലെമൺ യെല്ലോ ഷെയ്ഡാണ്, ഫെവിക്രിലിൻ്റെ തന്നെ. നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹാർട്ട് ഷേപ്സ് പോലെ നമ്മൾ കട്ട് ചെയ്തില്ല, അതെടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ഹാർട്ടിൻ്റെ ഒരു ടോപ്പില്ല ഇങ്ങനെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇച്ചിരി കുറച്ചൊരു കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു. അത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിൽ അത് വരും. ഇതുപോലെ നമുക്ക് ആ ഒരു 4 എണ്ണവും ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു സൈഡ് മാത്രമേ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു നമ്മുടെ സ്റ്റിക്ക് അതിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വീഡിയോയിൽ വന്നിട്ടില്ല. ചുമ്മാ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് അത് നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ ആ ഒരു ഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ട്യൂബ് വേണം. ഇപ്പോൾ ന്യൂസ് പേപ്പർ ട്യൂബ് എല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ നമ്മുടെ ഒരു കുട്ടി കുട്ടി ഹാർട്ട് ഷേപ്പിൽ തന്നെ കുറച്ച് ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഹാർട്ട് ഷേപ്പിൽ തന്നെ. എന്നിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോർഡ് എടുക്കാം. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഒരു ഫ്ലവേഴ്സ് ഇല്ലേ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് അത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്യാം. ആദ്യം വെച്ച് നോക്കിയിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 3 എടുത്തിട്ടുള്ളൂ, 4 വേണ്ട. അപ്പോൾ നമുക്ക് 3 മതി. കാരണം എൻ്റെ ഞാൻ കുറച്ച് വലുതായിട്ടാണ് ആ ഒരു നമ്മുടെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ട് നമുക്ക് 3 മതി. അപ്പോൾ ഒരു എക്സ്ട്രാ ആയിട്ട് നിന്ന ആ ഒരു ഈർക്കിലില്ലേ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം. ഞാനങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതങ്ങ് ഒട്ടിച്ചു കൊടുത്തു. വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ ട്യൂബ് എടുക്കാം. ന്യൂസ് പേപ്പർ ട്യൂബ് ഞാൻ ഇച്ചിരി ഈർക്കിലിയുടെ അറ്റം ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു, അതിലേക്ക് അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ആ ഒരു ന്യൂസ് പേപ്പർ ട്യൂബിൻ്റെ ടിപ്പിലെല്ലാം ഞാൻ കുറച്ച് ഗ്ലൂ ആഡ് ചെയ്തിട്ട് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ബോർഡിലേക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. കാരണം ആ ഒരു ന്യൂസ് പേപ്പർ ട്യൂബിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കത് പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ വരുവാണ് ആ ഇറുക്കിൽ. ഞാൻ ആ ന്യൂസ് പേപ്പർ ട്യൂബ് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ഇറുക്കിൽ ഇങ്ങനെ അത് വരാണ്. നമുക്ക് ആ ഒരു 2 ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 ചെയ്തു, മറ്റേതും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ 3 സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു എക്സ്ട്രാ വന്നൊരു പാർട്ടില്ലേ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്കത് വേണ്ട. ന്യൂസ് പേപ്പർ ട്യൂബ് ഉണ്ടാക്കാൻ ഞാൻ ന്യൂസ് പേപ്പർ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ലീഫ് എടുക്കാം. അപ്പം ഞാൻ കുറച്ച് ലീഫ് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ലീഫിൻ്റെയും ഞാൻ ഒരു സൈഡ് മാത്രമേ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമുക്കിനി നമ്മുടെ ആ ഒരു ലീഫ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പ് എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നു അവിടെയെല്ലാം നമുക്ക് ലീഫും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ലീഫെല്ലാം സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ലീഫ് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റെമ്മിനില്ലേ അത് പെയിൻറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ പിന്നാണ് ഓർത്തത്. അപ്പം സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ്, ലീഫ് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പേ പെയിൻറ്റ് ചെയ്യാം കേട്ടോ സ്റ്റെമ്മിന്. ഇനി നമുക്ക് സ്റ്റെമ്മിന് പെയിൻറ്റ് ചെയ്യാം. സ്റ്റെമ്മിന് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ ഡാർക്ക് ഗ്രീൻ കളറാണ്. ലൈറ്റ് ഗ്രീൻ ഇല്ല, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ബോർഡില്ലേ, നമ്മൾ വൈറ്റ് കളർ പേപ്പർ സ്റ്റിക്ക് ചെയ്തത്, പക്ഷേ ഈ ഒരു കളറും കൂടെ എല്ലാം മാച്ചായി പോകുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം പെയിൻ്റ് ഇല്ല ബ്ലാക്കിൻ്റെ, അതാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാഞ്ഞത്. പിന്നെ വൈറ്റ് കളർ തന്നെ കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വാൾ ഹാങ്ങിങ്. പിന്നെ ഈ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വാർണിഷ് അടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഒരു ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ.